ദാവനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ. ഒരിക്കൽ കൂടെ നമ്മളെല്ലാവരെയും ദൈവത്തിന് മുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവസ്നേഹം നമ്മിൽ നിറയുവാൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മൾ നയിക്കപ്പെടുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ധ്യാനിച്ചു വരികയായിരുന്നു. തുടർന്ന് മുന്നോട്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ധ്യാനിച്ചു പോകാമെന്ന് വിചാരിക്കുന്നു. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമേ. യേശുവേ, അങ്ങയുടെ സ്നേഹവും വാത്സല്യവും ഞങ്ങൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകുവാൻ തക്കവണ്ണം ഇടയാക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നല്ലൊരു ചിന്ത ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ ഇന്നലെ ധ്യാനിച്ചു. കർത്താവേ, നിൻ്റെ കൃപ വർഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ കേട്ടുത്തരം തരുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ച വേദവാക്യം റോമാലേഖനം 8-ാം അധ്യായം വായിച്ച് ധ്യാനിക്കണമെന്നായിരുന്നു നമ്മൾ ചിന്തിച്ചു പോകുന്നത്. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, നിങ്ങൾ മനുഷ്യരുടെ അടിമകളായി തീരരുത് എന്ന് നമ്മൾ ധ്യാനിച്ചു പോന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കാനായിട്ട് തിരഞ്ഞെടുത്ത വചനം റോമർ 14:17 ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവും അത്രയെന്ന്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രേ. അതുപോലെ തന്നെ ഗലാത്യ ലേഖനത്തിൽ നമ്മൾ 5-ാം അധ്യായത്തിൻ്റെ 16 മുതൽ വചനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെയും ജഡത്തിൻ്റെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. ഇവിടെ എങ്ങനെയാണ് തുടങ്ങുന്നത്? 5-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം, ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് എന്ന് പറയുന്നുണ്ട്. ഇത് തന്നെ എഫേസ്യ ലേഖനത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴല്ല. എന്നിട്ട് 19-ാമത്തെ വാക്യം മുതൽ പറയുകയാണ്, ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവയും ഈ ദൃശ്യമായ മറ്റ് പ്രവർത്തികളുമാണ്. ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുൻപ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു. ഇനി 22 മുതൽ വാക്യങ്ങൾ. എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവും ഇല്ല. യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. നാം പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വ്യർത്ഥാഭിമാനികളും ആകാതിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണെങ്കിൽ, ഒന്ന് നമ്മൾ നേരത്തെ കേട്ടു, ദൈവാത്മാവ് മുഖേനയല്ലാതെ യേശു കർത്താവാണെന്ന് പറയാൻ കഴിയില്ല. ദൈവാത്മാവില്ലാതെ പറ്റില്ല. ദൈവാത്മാവുള്ളവർക്കേ അത് പറ്റുകയുള്ളൂ. ദൈവാത്മാവ് ഉള്ളവരാരും
യേശു ശപിക്കപ്പെട്ടവനാണെന്ന് പറയുകയുമില്ല. അതങ്ങനെ നമ്മുടെ നിത്യജീവൻ്റെ അനുഭവം നമ്മൾ ഏറ്റുപറയുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ബലഹീനത പൗലോസ്ലീഹ ഓർപ്പിക്കുകയാണ്. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പ്രവൃത്തികൾ, ശരീരത്തിൻ്റെ നടപ്പുകൾ എന്തൊക്കെയാണ്? വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഈദൃശ്യമായ മറ്റു പ്രവർത്തികളുമാണ്. ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുൻപ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ആവർത്തിക്കുന്നു. അപ്പോൾ ഇത്തരം പ്രവർത്തികളിൽ ആരെങ്കിലുമൊക്കെ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അവർ മാമോദീസ മുങ്ങിയവരാണെങ്കിലും അവരിൽ എന്തില്ല? ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ഇല്ല. അവർ മാമോദീസ മുങ്ങി നിത്യജീവന് അവകാശികളായി മുദ്രയിടപ്പെട്ടവരാണെങ്കിലും അവരെ സാത്താനാണ് നയിക്കുന്നത്. അതിനാൽ അവർക്ക് നിത്യജീവൻ്റെ അവകാശത്തിലേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നവീകരണത്തിലേക്ക് അല്ലെങ്കിൽ വിശുദ്ധീകരണത്തിലേക്ക് വന്നിട്ട് എന്തായിരിക്കണം? നമ്മൾ ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായിരിക്കണം. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവും ഇല്ല. അപ്പോൾ യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ രാഗങ്ങളോടും അതിൻ്റെ മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിൽ നിറയാനും ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ നമ്മിൽ നിന്ന് പോകാനും നമ്മൾ പ്രാർത്ഥിക്കണം. റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 15 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 15 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പൗലോസ്ലീഹ ഇപ്രകാരം പറയുന്നു: ആഗ്രഹിക്കുന്ന നന്മ എനിക്ക് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. 7-ാം അധ്യായത്തിൻ്റെ 15 മുതൽ വാക്യങ്ങൾ. ആഗ്രഹിക്കുന്ന, ഞാൻ വെറുക്കുന്നതാണ്. ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല, വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് പ്രവർത്തിക്കുന്നെങ്കിൽ നിയമം നല്ലതാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ അങ്ങനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ കുടികൊള്ളുന്ന പാപമാണ്. എന്നിൽ, അതായത് എൻ്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു. നന്മ ഇച്ഛിക്കാൻ എനിക്ക് സാധിക്കും, എന്നാൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ആ ഭാഗങ്ങൾ നിങ്ങൾ പ്രിയമുള്ളവരെ വായിച്ചു കൊള്ളണം. എന്നിട്ടാണ് 8-ാം അധ്യായം തുടങ്ങുന്നത്. അത് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് വായിക്കാൻ പറഞ്ഞിരുന്നു. ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്, അത് ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല. 8-ന്റെ 7 നമ്മൾ വായിച്ചതാണ്. നമുക്കതുകൊണ്ട് പ്രിയമുള്ളവരെ, റോമാലേഖനം 7-ാം അധ്യായം അതിൻ്റെ 15 മുതൽ വായിക്കാനായിട്ട്, നമ്മൾ ധ്യാനിക്കാനായിട്ട് നമുക്ക് കഴിയണം. പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡികനാണ് ഞാൻ, ചെയ്യുന്ന പ്രവർത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പൗലോസ്ലീഹ പറയുന്നു. അപ്പോൾ ഇത്രയും കർത്തൃ ശുശ്രൂഷ ചെയ്തിട്ടുള്ള ഒരാൾ ഇങ്ങനെ തൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ പറയുമ്പോൾ നമ്മളൊക്കെ എത്രമാത്രം അധപ്പതിച്ച അവസ്ഥയിലാണെന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പൗലോസ്ലീഹ പാപിയാണെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. 3-ാം സ്വർഗം വരെ എടുക്കപ്പെട്ട ഒരാളെന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പാപത്തിൻ്റെ ആഴം തിരിച്ചറിയുന്നു. തന്നിലുള്ള പാപത്തിൻ്റെ കാഠിന്യം, അത് എങ്ങനെയാണത് രൂപപ്പെട്ടിരിക്കുന്നതെന്ന് തിരിച്ചറിയുന്നു. നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ പ്രവർത്തിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എത്രയോ നന്മകളാണ് അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ എങ്കിലും തൻ്റെ ജീവിതത്തിലുള്ള നന്മകളെ, ആഗ്രഹിക്കുന്ന നന്മകളെ പ്രവർത്തിക്കാൻ പറ്റാതെ വണ്ണം ജഡത്തിൻ്റെ താല്പര്യങ്ങൾ തടസ്സം ചെയ്യുന്നുവെന്നാണ്. അപ്പോൾ ജഡത്തിൻ്റെ താല്പര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി ജീവിക്കേണ്ടത്. അതുപോലെ തന്നെ യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 1 മുതൽ 6 വരെ വാക്യങ്ങളും വായിക്കണം. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 6 വരെ വാക്യങ്ങൾ നമ്മൾ വായിച്ച് ധ്യാനിക്കണം പ്രിയമുള്ളവരെ. അവിടെയും വ്യക്തമായിട്ട് യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്, ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കുവിൻ.
പല വ്യാജ പ്രവാചകന്മാരും ലോകത്തിലെങ്ങും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനെ ഇങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാം. യേശുക്രിസ്തു ശരീരം ധരിച്ചുവെന്ന് ഏറ്റുപറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നാണ്. യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല. വരാനിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള അന്തിക്രിസ്തുവിൻ്റെ ആത്മാവാണ്. അത് ഇപ്പോൾ തന്നെ അത് ലോകത്തിലുണ്ട്. കുഞ്ഞുമക്കളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. നിങ്ങൾ വ്യാജ പ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അവർ ലോകത്തിൻ്റെതാണ്, അതുകൊണ്ട് അവർ പറയുന്നത് ലൗകികവുമാണ്. ലോകം അവരുടെ വാക്ക് ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ദൈവത്തിൽ നിന്നുള്ളവരാണ്. ദൈവത്തെ അറിയുന്നവൻ നമ്മുടെ വാക്ക് ശ്രവിക്കുന്നു. ദൈവത്തിൽ നിന്നല്ലാത്തവൻ നമ്മുടെ വാക്ക് ശ്രവിക്കുന്നില്ല. ഇതുവഴി സത്യത്തിൻ്റെ ആത്മാവിനെയും അസത്യത്തിൻ്റെ ആത്മാവിനെയും നമുക്ക് തിരിച്ചറിയാം. പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ദൈവാത്മാവിനെ തിരിച്ചറിയാമെന്ന്, അല്ലെങ്കിൽ നമ്മളിൽ വസിക്കുന്ന പ്രവർത്തനങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നാം ഏറ്റുപറയുന്ന വിശ്വാസത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമെന്നാണ് ഈ പുസ്തകങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വീണ്ടും നമ്മൾ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കാം. പരിശുദ്ധാത്മാവിനെതിരെ നമ്മളൊരിക്കലും നിൽക്കരുത്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങൾ പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. 16-ാം വാക്യം, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. 14-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം, 26-ാമത്തെ വാക്യം, പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറയുന്നതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. 16-8, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. 16-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഓർക്കുക, ദൈവ കൃപയിൽ നമ്മൾ ആശ്രയിച്ച് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 4-18-19 വായിക്കുമ്പോൾ, ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ടെന്നാണ്. സുവിശേഷം അറിയിക്കുവാനുള്ള, അതും ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാനുള്ള ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെയും, നമ്മൾക്ക് ഉത്തരവാദിത്വമുണ്ട്. എന്താണ് ഉത്തരവാദിത്വം? റോമാലേഖനത്തിൽ നിന്ന് ആ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. റോമർ 12-ാം അധ്യായം, 1 കൊരിന്ത്യർ 12-13 അധ്യായം, ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും അതിൻ്റെ ഫലങ്ങളൊക്കെയും ആണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവമേ സ്തോത്രം, കർത്താവേ നന്ദി. അപ്പോസ്തല പ്രവർത്തനം 13-1-6 വരെ വാക്കുകൾ നമ്മൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് ആളുകളെ തിരഞ്ഞെടുക്കുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് മുന്നോട്ട് പോകാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞ് കവിയാൻ വേണ്ടി നമുക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. ഇവിടെ നമ്മൾ തിരിച്ചറിയണം, യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഈശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും, അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ് തന്നെ. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പ്രവാചകൻ ഇത് പറയുന്നത്. ഈശായുടെ കുറ്റിയിൽ നിന്ന് പറഞ്ഞാൽ ദാവീദിൻ്റെ പാരമ്പര്യത്തിൽ നിന്ന്. ഈശായുടെ മകനാണല്ലോ ദാവീദ്. ദാവീദിൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് ഒരു രക്ഷകൻ ജനിക്കും, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവനിൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. എന്തിൻ്റെ? ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ് തന്നെ. നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവ് ഞങ്ങളിലും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആരാധന ആരാധന ആരാധന. സ്തുതിക്കുന്നു കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. ഈ പന്തിക്കൊസ്തിയുടെ നാളിൽ ആഴമേറിയ ദൈവാനുഭവം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഞങ്ങളിൽ കത്തി ജ്വലിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ധ്യാനത്തോടു കൂടി, നല്ല ഒരുക്കത്തോടു കൂടി ഈ ശുശ്രൂഷയിൽ പരിശുദ്ധമായ ആ പെന്തക്കൊസ്തി പെരുന്നാളിൽ പങ്കെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ. ഹല്ലേലൂയ.